ഇന്ന് നമ്മൾ പഠിക്കാൻ വന്ന ട്രിക്ക് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ട്രിക്കാണ്. ഒറ്റ ട്രിക്കിൽ 3 മൊമെൻറ്റ്സ് ഓഫ് മാജിക്. കണ്ടല്ലോ, എൻ്റെ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ഉണ്ട്. ഇതിൽ ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ റാൻഡമായിട്ടൊരു കാർഡ് ചൂസ് ചെയ്യുവാണെങ്കിൽ ഈ കാർഡ് ഓർത്ത് വയ്ക്കാം. ഇനി ഞാനിങ്ങനെ കാർഡ്സ് ടേബിളിലേക്ക് കട്ട് ചെയ്യും. എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് പറയാം. ലെറ്റ്സ് നിങ്ങളിവിടെ സ്റ്റോപ്പ് പറഞ്ഞു. ഞാൻ നിങ്ങൾ ചൂസ് ചെയ്ത കാർഡ് തിരിച്ചു വെച്ചു എല്ലാ കാർഡിൻ്റെയും ഇടയിൽ. ഇനി നിങ്ങൾക്ക് ഈ കാർഡ്സ് ഫുള്ള് വേണമെങ്കിൽ കട്ട് ചെയ്യാം. സോ ആ കാർഡ് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ്. ഇനി ഞാൻ ഈ കാർഡ്സ് ഇവിടെ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്ത കാർഡ് മാത്രം ഫേസ് അപ്പായിട്ട് വരും. നോക്കിയാലോ. ഓ, ആക്ച്വലി നിങ്ങൾ ചൂസ് ചെയ്ത കാർഡല്ല, എൻ്റെ ഒരു മാജിക് അസിസ്റ്റൻ്റ് ഉണ്ട് ഈ ഡെക്കിനിടയിൽ. ആ അസിസ്റ്റൻ്റാണ് തിരിഞ്ഞു വന്നത്. ഞാൻ പറയാൻ മറന്നുപോയി. ആ അസിസ്റ്റൻ്റ് എനിക്ക് നിങ്ങളുടെ കാർഡ് കണ്ടുപിടിക്കാൻ ഒരു ക്ലൂ പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കിയേ, സ്പെൽ മാജിക്. മാജിക് എന്ന വാക്ക് സ്പെല്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെല്ല് ചെയ്ത് നോക്കിയാലോ. MAGIC. മാജിക് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ സ്പെല്ല് ചെയ്തപ്പം നമുക്ക് കിട്ടിയ കാർഡ് ഇതായിരുന്നു നിങ്ങൾ ചൂസ് ചെയ്ത കാർഡ്. പക്ഷേ ഈ എൻ്റെ മാജിക്കൽ അസിസ്റ്റൻറ്റ് സാധാരണ ഇങ്ങനെ അപ്പിയർ ആവുന്ന സമയത്ത് ഒരു മാജിക് കൂടെ ചെയ്തിട്ടേ പോകത്തുള്ളൂ. നിങ്ങളുടെ കാർഡ് കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, ഒരു മാജിക് കൂടെ ചെയ്യാറുണ്ട്. നിങ്ങളുടെ കാർഡിൻ്റെയും എൻ്റെ അസിസ്റ്റൻറ്റിൻ്റെയും ഇടയ്ക്കിരുന്ന ബാക്കി കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് 4 കിങ്സ് ആണ്. ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മൾ ഇനി ഇഷ്ടം പോലെ മാജിക്കും മെൻ്റലിസം ട്യൂട്ടോറിയൽസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്.